RJ ബിൻസി ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ധാരാളം കോണ്ടന്റുകൾ കൊടുക്കുവാൻ കഴിവുള്ള, കുറഞ്ഞ പക്ഷം ഒരു 50-ലധികം ദിവസം അവിടെ നിൽക്കുവാൻ കരുത്തുള്ള, നന്നായി സംസാരിക്കുവാൻ സാമർഥ്യമുള്ള ഒരു നല്ല കണ്ടസ്റ്റന്റ്. ഇതിനോടകം പല വിഷയങ്ങളിലും സമർത്ഥമായി അവർ ഇടപെടുന്നതും അടിച്ചു നിൽക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ RJ ബിൻസിയെ കൈവിട്ട് കളഞ്ഞത്? എപ്പിസോഡിന്റെ അവസാന നിമിഷത്തിൽ ലാലേട്ടൻ പെട്ടെന്ന് RJ ബിൻസിയുടെ പേരങ്ങ് വായിക്കുകയാണ്. സ്വപ്നത്തിൽ പോലും അവർ ചിന്തിച്ചു കാണില്ല. പ്രത്യേകിച്ച് ഇന്ന് മനോഹരമായ ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഒത്തിരി സന്തോഷത്തോടു കൂടിയായിരുന്നു ബിൻസി ഈ എപ്പിസോഡിൽ നിലനിന്നിരുന്നത്. അവസാന നിമിഷത്തിൽ തൻ്റെ പേര് വിളിക്കപ്പെടുമെന്നോ താൻ പുറത്തേക്ക് പോകേണ്ടി വരുമെന്നോ സ്വപ്നം പോലും കണ്ടിരുന്നില്ല. ഒടുവിൽ ലാലേട്ടനോട് പറയുന്നുണ്ട്, എന്നെ പുറത്തേക്ക് അയക്കാതിരിക്കുവാൻ കഴിയുമോ എന്ന്. കണ്ണുനീരോടുകൂടിയാണ് അവർ ആ വീടിനോട് വിട പറയുന്നത്. എന്താണ് വാസ്തവത്തിൽ ബിൻസിക്ക് സംഭവിച്ചത്? തെറ്റായ കൂട്ടുകെട്ടുകളാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണെന്ന് പറയേണ്ടി വരും. അതിന്റെ കാരണം കഴിഞ്ഞ ഒരാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ട്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ അത് RJ ബിൻസിയും അപ്പാനി ശരത്തും തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിനെ ഇഷ്ടമില്ലാത്ത ഒരു വലിയ കൂട്ടം ആൾക്കാർ വ്യാപകമായി അവർക്കെതിരെ അത് ഉപയോഗിക്കുകയായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തുള്ള ഒരു ലവ് ട്രാക്കിലേക്ക് സംഗതി തെന്നി മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം അതിന്ന് ആ കൂട്ടത്തിൽ അവരുടെ ഗ്രൂപ്പിനകത്തുണ്ടായിരുന്ന ബിന്നിയുടെ സംസാരത്തിൽ കൂടെ പോലും വെളിപ്പെട്ടു. അവിടെ അപ്പാനി ഇമോഷണൽ ആകുന്നുണ്ട്. ബിന്നിയോട് ഇന്ന് നിർത്തിക്കണം, ഇനി മേലിൽ നീ ഇങ്ങനെയുള്ള സംസാരങ്ങളുമായിട്ട് വന്നേക്കരുത് എന്ന് പറയുന്നുണ്ട്. ബിന്നി പൊട്ടിക്കരയുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ്? ഫ്രണ്ട്ഷിപ്പാണോ, അഫെയർ ആണോ? അതൊന്നും നമുക്കറിയില്ല. അതിനെ വിലയിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. എന്നാൽ ബിൻസിക്ക് ഇവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത്, അപ്പാനി ശരത്ത് ഒരു ഫിലിം സ്റ്റാറാണ്. അങ്ങനെ ഒരു സിനിമാ താരം ബിഗ് ബോസിനുള്ളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് ആരാധക വൃന്ദം ധാരാളം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാളുടെ നിഴല് പറ്റി നടക്കുന്ന ആൾക്കാർ അയാളെ സപ്പോർട്ട് ചെയ്യുകയും അയാളുടെ നിഴല് പറ്റി നടക്കുകയും ആ ഗ്രൂപ്പിൽ അംഗത്വം എടുക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട്, ആ പിന്തുണ ലഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തെറ്റായ വിലയിരുത്തൽ. ശരിക്കും പുറത്തേക്ക് വരുന്ന RJ ബിൻസി അപ്പാനി ശരത്തിന്റെ ജനപിന്തുണ കാണുമ്പോൾ ഷോക്കാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അവസാന നിമിഷത്തെ വോട്ടിംഗ്, ഓൺലൈനിലുള്ള വോട്ടിങ്ങിനെ കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ വരുമ്പോഴും അവിടെ ഡേഞ്ചർ സോണിലാണ് അപ്പാനി നിൽക്കുന്നത്. വളരെ പരിമിതമായ വോട്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കുന്നുള്ളൂ. ചുരുക്കത്തിൽ ഒരു സിനിമാ താരം എന്നുള്ള യാതൊരു പരിഗണനയും ബിഗ് ബോസിനുള്ളിൽ കയറിയതിനു ശേഷം അയാൾക്ക് ലഭിച്ചിട്ടില്ല. മാത്രവുമല്ല, അതിനകത്ത് കയറി ഞാനാണ് ഇവിടുത്തെ രാജാവ്, എൻ്റെ താഴെയാണ് മറ്റുള്ളവരെല്ലാം, ഞാൻ തീരുമാനിക്കും, ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങ് കളിച്ചാൽ മതി എന്നുള്ള ആ മനോഭാവമുണ്ടല്ലോ, അതിന് പട്ടി വിലയാണ് ആൾക്കാർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള അപ്പാനി ശരത്തുമായി ഒരു ചെങ്ങാത്തം ഉണ്ടാക്കിയതിൽ കൂടി വളരെ മികവുറ്റൊരു കണ്ടസ്റ്റന്റായ ബിൻസി തനിക്ക് തന്നെ കുഴി കുഴിക്കുകയായിരുന്നു. ബിൻസി കൂടുതൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ അപ്പാനിയും അങ്ങ് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. RJ ബിൻസി പുറത്തായതിനു ശേഷം പല വീഡിയോകളുടെ കീഴിൽ വന്ന കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. അപ്പാനി ശരത്തിന്റെ ഭാര്യയുടെ പ്രാർത്ഥന ദൈവം കേട്ടു, അതിന്റെ റിസൾട്ടാണ് ഇപ്പോൾ വെളിപ്പെട്ടതെന്ന്. ഒന്നുമില്ലെങ്കിലും ജനത്തെ കൊണ്ട് അങ്ങനെ പറയിക്കുന്നതിൽ ഇവർ വിജയിച്ചു എന്ന് വേണം കരുതുവാൻ. എന്തായാലും വലിയ ആഗ്രഹത്തോടു കൂടി വന്ന വളരെ മികവുറ്റൊരു കണ്ടസ്റ്റന്റ് ആയിരുന്ന RJ ബിൻസി ഇന്ന് ബിഗ് ബോസ് വീടിനോട് കണ്ണുനീരോടുകൂടി വിട പറഞ്ഞിരിക്കുകയാണ്. ശരത്ത് എന്തോ ഒരു വലിയ സംഭവമാണെന്നും പുറത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഇമേജൊക്കെ അകത്ത് നിലനിർത്തുവാൻ അദ്ദേഹത്തിന് കഴിയുമെന്നും ജനം അയാളെ വലിയ ആരാധനയോടുകൂടി തന്നെയായിരിക്കും നോക്കിക്കാണുന്നതെന്നും അയാളുടെ കൂടെ നിന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് എനിക്കും ലഭിക്കുമെന്നുമൊക്കെയുള്ള തെറ്റായ ചിന്തകളിൽ കൂടി അപ്പാനിയുടെ ഗ്രൂപ്പിൽ അവർ ജോയിൻ ചെയ്തപ്പോൾ സംഭവിച്ചൊരു കാര്യമുണ്ട്. അനീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ട പല സാഹചര്യങ്ങളിലും അവർക്ക് കണ്ണടച്ചു നിൽക്കേണ്ടി വന്നു. അപ്പാനി ഉൾപ്പെടെ സ്വന്തം ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും അനാവശ്യമായ പ്രശ്നങ്ങൾ പലതും ക്രിയേറ്റ് ചെയ്യുമ്പോഴും മൗനാനുവാദം കൊടുത്തുകൊണ്ട് അതിൻ്റെ മുൻപിൽ അവർക്ക് നിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ കണ്ണടക്കേണ്ടി വന്നു. ഇതെല്ലാം പ്രേക്ഷകർ ഓഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.